ഹരിയോ നാരായണ സ്വാമി ശരണം. അമ്മയേ നാരായണ. ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഗണപതിയുടെ 12 പേരുകൾ, പ്രധാനപ്പെട്ട 12 നാമങ്ങൾ, 12 പേര്, ഈ 12 പേരുകളും ഡെയിലി ചൊല്ലുകയാണെങ്കിൽ എത്ര സങ്കടങ്ങളും എന്തൊക്കെ ഉണ്ടോ നമുക്ക് അതെല്ലാം പോകും. ഇതൊരു 8 ശ്ലോകമായിട്ട് എഴുതിയിരിക്കുന്ന 8 ശ്ലോകങ്ങളായിട്ടാണ് അതിനെ അഷ്ടകം എന്നാണ് പറയുന്നത്. ഗണേശ അഷ്ടകം. പക്ഷേ വെറും ഗണേശ അഷ്ടകമല്ല, സങ്കടനാശ ഗണേശ അഷ്ടകം. സങ്കടങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന ഗണപതിയുടെ അഷ്ടകമാണ് ഇത്. പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കുറേ കാലമായി വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞു. അന്ന് യൂട്യൂബിലിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനിത് യൂട്യൂബിലിടുകയാണ്. കുട്ടികൾക്കോ വലിയവർക്കോ ഒക്കെ ഡെയിലി നമ്മൾ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ശ്ലോകം, ഈ 12 പേരുകൾ ചൊല്ലിയാൽ എന്തൊക്കെ ഫലമുണ്ടാകുമെന്ന് ഇതിൻ്റെ ഫലശ്രുതിയിൽ ലാസ്റ്റിൽ പറയുന്നുണ്ട്. നമുക്കെന്താണെന്നും നോക്കാം. ആദ്യം ഞാൻ ഒരു പ്രാവശ്യം അത് മുഴുവനും ഒന്ന് വായിക്കാം. 8 ശ്ലോകങ്ങൾ. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാവാസം സ്മരേ നിത്യം ആയുഃ കാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം ദ്വാദശൈതാനി നാമാനി ത്രിസന്ധ്യം യ പഠേന്നരഃ ന ച വിഘ്നഭയം തസ്യ സർവസിദ്ധികരം വരം. ഇനി അതിൻ്റെ ഫലം ആണ് ഈ പറയുന്നത്. വിദ്യാർത്ഥി ലഭതേ വിദ്യാം, ധനാർത്ഥി ലഭതേ ധനം, പുത്രാർത്ഥി ലഭതേ പുത്രാൻ, മോക്ഷാർത്ഥി മോക്ഷമാപ്നുയാത്. ജപേത് ഗണപതി സ്തോത്രം ഷണ്മാസാൽ സഫലം ഭജേത് സംവത്സരേണ സിദ്ധിം ച ലഭതേ നാത്ര സംശയഃ. അഷ്ടാനാം ബ്രാഹ്മണാനാം ച ലിഖിത്വാ യാ സമർപ്പയേത് തസ്യ വിദ്യാ ഭവേൽ സർവ ഗണേശസ്യ പ്രസാദതഃ. ഒന്നും കൂടി ചൊല്ലാം മുഴുവനും. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാവാസം സ്മരേ നിത്യം ആയുഃ കാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം ദ്വാദശൈതാനി നാമാനി ത്രിസന്ധ്യം യാ പഠേന്നരഃ ന ച വിഘ്നഭയം തസ്യ സർവസിദ്ധികരം വരം. വിദ്യാർത്ഥി ലഭതേ വിദ്യാം, ധനാർത്ഥി ലഭതേ ധനം, പുത്രാർത്ഥി ലഭതേ പുത്രാൻ, മോക്ഷാർത്ഥി മോക്ഷമാപ്നുയാത്. ജപേത് ഗണപതി സ്തോത്രം ഷണ്മാസാൽ സഫലം ഭജേത് സംവത്സരേണ സിദ്ധിം ച ലഭതേ നാത്ര സംശയഃ. അഷ്ടാനാം ബ്രാഹ്മണാനാം ച ലിഖിത്വാ യ സമർപ്പയേത് തസ്യ വിദ്യാ ഭവേൽ സർവ ഗണേശസ്യ പ്രസാദതഃ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് വേഗം നോക്കിപ്പോൾ. സങ്കടനാശ ഗണേശ അഷ്ടകം എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യത്തെ ശ്ലോകം നോക്കാം. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം
ഭക്ത്യാവാസം സ്മരേ നിത്യം ആയുഹു കാമാർത്ഥസിദ്ധയേ. പ്രണമിക്കുന്നു, ശിരസ തലകൊണ്ട്, അല്ലേ? ശിരസ് നമിച്ചുകൊണ്ട് പ്രണമിക്കുന്നു. ദേവം, ദേവനെ. ഏത് ദേവനെയാണ് എന്നാണ് പറയുന്നത്? ഗൗരീപുത്രം. ഗൗരിയുടെ മകനായ, ഗൗരിയുടെ പുത്രനായ വിനായകനെ. ഗൗരീപുത്രം വിനായകൻ, ഗൗരീപുത്രനായ വിനായകനെ ശിരസ്സുകൊണ്ട്, വിനായകൻ ആ ദേവം എന്നുണ്ട്, ദേവനെ. അപ്പം ഗൗരീപുത്രനായ വിനായകദേവനെ ശിരസ്സുകൊണ്ട് പ്രണമിക്കുന്നു. ഭക്ത്യാവാസം സ്മരേൻ നിത്യം, നിത്യം ദിവസവും ഭക്തിയോടുകൂടി സ്മരേത് സ്മരിക്കുകയാണെങ്കിൽ ആയുഹു കാമാർത്ഥസിദ്ധയെ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, ആയുസ്സുമുണ്ടാകും. ആയുഹു ആയുസ്, കാമാർത്ഥസിദ്ധയെ ആഗ്രഹിക്കുന്നതൊക്കെ സിദ്ധിക്കും. അപ്പോൾ ശ്ലോകം എങ്ങനെയാ? പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാവാസം സ്മരേ നിത്യം ആയുഹു കാമാർത്ഥസിദ്ധയേ. ഗൗരീപുത്രനായ വിനായകനെ ശിരസ്സുകൊണ്ട് പ്രണമിച്ചാൽ, ഭക്തിയോടുകൂടി ദിവസവും സ്മരിച്ചാൽ ആയുസ്സും എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ്, സിദ്ധിക്കുന്നതാണ്, എല്ലാ ഐശ്വര്യവും ഉണ്ടാകും എന്നർത്ഥം. ഇനി ഗണപതി ദേവൻ്റെ പേരുകളാണ് പറയുന്നത്. പ്രഥമം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പേരാണ് വക്രതുണ്ടം. തുണ്ടം എന്ന് പറഞ്ഞാൽ മൂക്ക്, വായ് എന്നൊക്കെ അർത്ഥമുണ്ട്. അത് വക്രമാണെങ്കിലോ വളഞ്ഞ മൂക്കുള്ളത്, അതാ തുമ്പിക്കൈ, അതാണ് ഇത്. അപ്പം വക്രതുണ്ടൻ എന്ന് ഒന്നാമത്തെ പേര്, ഒന്നാമത്തെ പ്രഥമം, ഒന്നാമത്തേത് വക്രതുണ്ടൻ എന്നാണ്. ഏകദന്തം ദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ട്. രണ്ടാമത്തെ പേര് ഏകദന്തൻ, ഒറ്റക്കൊമ്പൻ എന്ന് അർത്ഥം. ഏകദന്തൻ, ഒറ്റക്കൊമ്പൻ. അപ്പോൾ രണ്ടാമത്തെ പേര് ഏകദന്തൻ. തൃതീയം കൃഷ്ണപിങ്കാക്ഷം. മൂന്നാമത്തെ പേര് കൃഷ്ണപിങ്കാക്ഷൻ എന്ന്. ഗജവക്ത്രം ചതുർത്ഥകം. നാലാമത്തെ പേര് ഗജവക്ത്രൻ എന്ന്. പാർട്ട് 2 ആയിട്ട് ബാക്കി എടുക്കാം.